ബ്രഹ്മോസ് പറന്നുയർന്ന പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ നിലംപരിശാക്കിയോ? ഇതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നതിനുള്ള കാരണം പാകിസ്ഥാൻ ഈ ആണവ ആയുധങ്ങളെ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഇന്ത്യയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. നിനക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുമോ അതിൻ്റെയൊക്കെ പരമാവധി ചെയ്തോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. ആദ്യം പ്രതിരോധം ഇന്ത്യ തീർത്തു. പിന്നീട് ഒരു തരത്തിലും പാകിസ്ഥാൻ അടങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മിസൈലുകൾ അയച്ച് ഒരു പരിധി വരെ അതിൻ്റെയൊക്കെ അടിവേരിളക്കി എന്ന് തന്നെ പറയേണ്ടി വരും. പാകിസ്ഥാൻ വലിയ രീതിയിൽ നാണം കെടുകയും പാകിസ്ഥാനൊപ്പം അമേരിക്കയും നാണം കെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഇന്ത്യൻ ആർമിയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടില്ലാത്തിടത്തോളം കാലം ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അവർ പറയും എന്നാണ് പറയുന്നത്. അത് എപ്പോൾ പറയും എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് യു എസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എനർജി വിമാനം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ റേഡിയേഷൻ സംഭവിച്ചോ എന്നുള്ള ഒരു ആശങ്ക പാകിസ്ഥാനും അമേരിക്കയ്ക്കുമുണ്ട്. അതിന് കാരണം പാകിസ്ഥാന്റെ ആണവായുധ പുരയുടെ സൈഡിൽ വരെ ഇന്ത്യയുടെ ബ്രഹ്മോസ് എത്തി എന്നുള്ളതാണ്. അത് പാകിസ്ഥാന്റെ ആണവ നിലയങ്ങളെ തൊട്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ പേരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ സേന മെയ് 10 ശനിയാഴ്ച പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്കടുത്തുള്ള നൂർഖാൻ സൈനിക വിമാനത്താവളത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ ആണവ കേന്ദ്രത്തിൻ്റെ ചില കേടുപാടുകൾ ഉണ്ടായതായി സംശയിക്കുന്നു. ആണവ ചോർച്ചയുണ്ടായോ എന്ന് പരിശോധിക്കാനായി ഒരു വിദേശ വിമാനം അവിടേക്ക് പറന്നിറങ്ങിയതായി സംശയമുണ്ട്. ഇന്ത്യയുടെ അതിശക്തമായ ബ്രഹ്മോസ് മിസൈലാണ് അവിടെ പതിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമ്മുടെ പ്രതിരോധ സേന നൂർഖാൻ എയർബേസിൽ കാര്യമായി എന്തോ ചെയ്തതായി സംശയമുണ്ടെന്ന് ഇന്ത്യയുടെ വാർത്താവിനിമയ വകുപ്പിലെ മുതിർന്ന ഉപദേശകനായ കാഞ്ചൻ ഗുപ്ത സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. നൂർഖാൻ എയർബേസിൽ വിദേശ വിമാനം ഇറങ്ങുന്ന ഫോട്ടോയും അവിടുത്തെ സ്ഥിതിഗതികൾ അടയാളപ്പെടുത്തിയ ഒരു ഗ്രാഫും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. മെയ് 9 രാത്രി പാകിസ്ഥാൻ തുടർച്ചയായി വീണ്ടും ആവർത്തിച്ച ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ സഹികെട്ടാണ് പാകിസ്ഥാനെ വരുതിയിലാക്കാൻ ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിച്ചത്. 11 സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. അക്കൂട്ടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക വിമാനത്താവളമാണ് നൂർഖാൻ സൈനിക വിമാനത്താവളം. അതിന് കാരണം ഈ വിമാനത്താവളം കിർന കുന്നിനടുത്താണ്. അവിടെയാണ് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പലതവണ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ച് അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാന്റെയും US-ന്റെയും ചങ്കിടിപ്പ് ഏറെയിരുന്നു. ഇതിന് കാരണം ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്നതായിരുന്നു. നൂർഖാൻ എയർബേസ് ആക്രമിച്ച ശേഷമാണ് മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് സൈനിക കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വിളിച്ചതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കയും പാകിസ്ഥാനും പരിഭ്രാന്തരായിരുന്നു എന്നും പറയുന്നു. പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാനാണ് ഇന്ത്യ പാകിസ്ഥാന്റെ 11 എയർ ബേസുകൾ ഇന്ത്യ തകർത്തത്. പക്ഷേ ഇതിൽ തന്ത്രപ്രാധാന്യമുള്ള നൂർഖാൻ എയർബേസിനെ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. കാരണം പാകിസ്ഥാന്റെ ആണവ ഉത്തരവിടാനും നിയന്ത്രിക്കാനും ഉള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ്. മാത്രമല്ല പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനും റാവൽപിണ്ടിക്കും തൊട്ടടുത്താണ് നൂർഖാൻ എയർബേസ്. ഇതോടെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാന് മേൽ US സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് സൈനിക യുദ്ധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. US-ന്റെ നിർദ്ദേശം പാകിസ്ഥാൻ ഉടനെ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത്
ഈ VVIP വരുന്ന എയർബേസ് ആണ്. അതായത് VVIP വന്നിറങ്ങുന്നതും പോകുന്നതും, പാകിസ്ഥാനിലുള്ള VVIP പോകുന്നതും, വിദേശമായി ബന്ധമുള്ള എല്ലാവരും വരുന്ന തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എയർബേസ് ആണ് ഈ നൂർ ഖാൻ എയർബേസ് എന്ന് പറയുന്നത്. ആ എയർബേസിൻ്റെ ചിത്രങ്ങൾ നമ്മളിപ്പോൾ കണ്ടാൽ ഇന്ത്യ എത്രത്തോളമാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാൻ ചൈന കൊടുത്ത കുറച്ച് പടക്കങ്ങൾ 300-400 പടക്കങ്ങൾ ഇന്ത്യയിലേക്ക് എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാൻ കരുതി ഇന്ത്യ ഇതിലങ്ങ് ഭയന്ന് വിറച്ച് പിന്നെ ഇന്ത്യ അങ്ങ് മുട്ടുമടക്കും എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. പക്ഷേ ഇനി പാകിസ്ഥാൻ ഭയം എന്ന് ഉള്ള പേര് ചിന്തിക്കുമ്പോൾ വരുന്നത് ഇന്ത്യ എന്ന പേരായിരിക്കും. കാരണം അത്രമാത്രം നമ്മൾ ഈ നട്ടലിനെ നോക്കി അടിക്കില്ലേ പിന്നെ നിവരാതിരിക്കാൻ ആ തരത്തിലുള്ള അടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നത്. 11 എയർബേസുകളെ പൂർണ്ണമായും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. ഇവിടെ അമേരിക്ക ഇടപെട്ടു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, അമേരിക്കയ്ക്ക് കൂടി പാകിസ്ഥാന്റെ ഈ ആണവ കേന്ദ്രങ്ങളിൽ ഈ ആണവായുധം സൂക്ഷിക്കുന്നിടത്ത് അമേരിക്കയ്ക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഇന്ത്യ തൊട്ടാൽ അത് വേദനിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഇന്ത്യ ആ ഭാഗത്തു കൂടി മിസൈൽ അയച്ചു എന്ന് മനസ്സിലായപ്പോൾ ചങ്കിടിച്ചത് അമേരിക്കയ്ക്കാണ്. പെട്ടെന്ന് തന്നെ അമേരിക്ക ഇന്ത്യയെ വിളിക്കുന്നു, ഇത് സമാധാനപരമായി കൈകാര്യം ചെയ്യണം, നിങ്ങൾ ഇനിയും പാകിസ്ഥാനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇന്ത്യയുടെ കാല് പിടിക്കുന്നു. ഉടനെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ടെലിഫോൺ വരുന്നു, ഞങ്ങളെ ഇനിയും ഉപദ്രവിക്കരുത്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, വെടിനിർത്തൽ കരാർ ഞങ്ങൾ ഒപ്പുവെക്കാം, ഞങ്ങൾക്ക് എന്തും ഞങ്ങൾ സമ്മതമാണ് എന്നുള്ളത്. അതായത് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോഴുള്ള ഇന്ത്യയല്ല ഇത്, പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. അതായത് ഈ വെടിനിർത്തൽ കരാർ വരുമ്പോൾ പാകിസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞാലും അങ്ങോട്ട് കൊണ്ടുപോയി പാകിസ്ഥാൻ സ്നേഹം കാണിച്ച് നമ്മുടെ POK വരെ എഴുതി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അല്ല ഭരിക്കുന്നത്. ഇത് ചങ്കുറപ്പുള്ള ഇന്ത്യയുടെ കാവൽക്കാരനായ നരേന്ദ്രമോദിയാണ്. ഒരക്ഷരം മോദി അതിനുശേഷം മിണ്ടിയിട്ടില്ലല്ലോ. ഭീകരവാദത്തെ തുടച്ചു നീക്കും, ഭീകരതക്കെതിരെ ഇനിയും വാളെടുക്കുമെന്ന് മാത്രമേ മോദി പറഞ്ഞിട്ടുള്ളൂ. പാകിസ്ഥാനെ പറഞ്ഞിട്ടില്ല, പാകിസ്ഥാനിലെ ജനങ്ങളെ പറഞ്ഞിട്ടില്ല, സൈന്യത്തെ പറഞ്ഞിട്ടില്ല, അവിടുത്തെ ഭരണകൂടത്തെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭീകരർക്കെതിരെ എന്ത് നിലപാടും സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ആക്രമിക്കാതിരിക്കുമ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഇന്ത്യ ആക്രമിച്ചില്ല എന്ന്. ഇന്ത്യ ആക്രമിച്ചാൽ ചോദിക്കും എന്തിനാണ് ഇന്ത്യ ആക്രമിച്ചതെന്ന് ചോദിക്കും. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നത്. പക്ഷേ നരേന്ദ്രമോദിയോ നമ്മുടെ സേനകളോ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. അവർ കണ്ട ലക്ഷ്യത്തിനുള്ള മറുപടിയാണ് വാലും ചുരുട്ടി പാകിസ്ഥാന്റെ ഈ പോക്ക് എന്ന് പറയുന്നത്.